ഇത്രയും സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത് മറ്റേ ഭയങ്കര രസമാണ്. ഇത് ഇപ്പോഴാണല്ലോ ട്രോളുകളുടെ കാലം വന്നത്. പക്ഷെ ഇപ്പോഴും ഈ സീൻ വെച്ചിട്ട് പല ട്രോൾസും വരുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. എല്ലാവരും പറയും ഡിംപിളിന്റെ ഫേസിന് മാറ്റില്ല. പിന്നെ ഞാൻ ആ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കാരണം എല്ലാവർക്കും ഇപ്പോഴും ആ കുട്ടിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇവരെ നോക്കിക്കൊണ്ട് എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ മര്യാദയ്ക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. വന്നു ഇനിയിപ്പോ കേൾക്കാം. ഇനിയിപ്പോ ലൈറ്റ് ഒക്കെ മറിച്ചിട്ടാൽ എന്നൊന്നും പറയരുത്. ക്യാമറ ഒക്കെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഫോൺ കൊടുക്ക ചേച്ചി. ഓഫായി പോയി. രാത്രിയൊക്കെയാണ് ആ ഗോലുമാല സിനിമയുടെ ആ പാട്ടിന്റെ ഷൂട്ട്. ആരുടെ മടിയിൽ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ വേഗം വന്നിട്ട് മമ്മീനെ ഞാൻ തോന്നുന്നുണ്ട് വഴക്ക് പറഞ്ഞു, ഇങ്ങനെയാണോ മോളെ കെടുത്തി ഉറക്കണേ, ആ കൊച്ചിന് തഴുത്ത് വേനെടുക്കും, തലോണ എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആരോ വിളിച്ചിട്ട് തലോണയിൽ എടുത്ത് കെടുത്തി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ മോളെ കാണുന്ന പോലെയാണ് മോളെ കാണുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻസിഡന്റ്. ആ ഒരു ഇഷ്ടം എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടം സുരേഷ് അങ്കിളിലൂടെ ഉണ്ട്. അപ്പൊ ജയിച്ചു എന്നും കൂടി അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. അതെ, അത് പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. എനിക്ക് ഒന്നാമത് ഞാൻ ദിലീപേട്ടൻ്റെ കട്ട ഫാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദിലീപേട്ടനെ. ഒരു ഇന്റർവ്യൂവിന് ഇതുപോലെ വന്നു. അപ്പോൾ അതിലിങ്ങനെ ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ ഇഷ്ടം ഇനി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം. എങ്ങനെയോ ദിലീപേട്ടൻ ഈ ഇന്റർവ്യൂ കാണാൻ ഇടവന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ആദ്യം മഞ്ജിമയുടെ ക്യാരക്ടറിനാണ് എന്നെ ആദ്യം പറഞ്ഞത്. പിന്നെ ദിലീപേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ദിലീപേട്ടൻ പറഞ്ഞിട്ടാണ് പ്ലേസ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഞാൻ ഇന്നുള്ളത് തൃശ്ശൂരാണ്. നമ്മുടെ മലയാളികൾക്കെല്ലാം വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു താരമാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പം മലയാളികളുടെ ഒക്കെ പ്രിയങ്കരിയായിട്ടുള്ള ഒരു യൂട്യൂബ് വ്ളോഗർ കൂടിയാണ് നമ്മുടെ സ്വന്തം ഡിംപിൾ ചേച്ചി, ഡിംപിൾ റോസ് ചേച്ചി. സ്വാഗതം. താങ്ക് യു. രാവിലെ എന്താണ് ഇങ്ങനെ എനിക്കൊന്ന് പാച്ചുവിനെയൊക്കെ സ്കൂളിൽ ഇട്ടിട്ട് ഇരിക്കുന്ന സമയമാണ് ഇരിക്കുകയായിരുന്നു. ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ നേരത്തെ വരണം, 1:30 വരണം, അല്ലെങ്കിൽ ഇവിടെ വന്ന ഭയങ്കര ബഹളം. കുട്ടി പട്ടാളം തന്നെയാണ്. ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ഞാൻ ചേച്ചിയുടെ വീഡിയോസും സ്റ്റാറ്റസ് കാണുമ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലേ സ്കൂൾ അത്രയും കുട്ടികളാണ് ഇവിടെ. ഇവിടെ തന്നെ ഉണ്ട് 3 പേരുണ്ട്. എങ്ങനെയാ ചേച്ചി ഇവിടുത്തെ വീടിന്റെ ഒക്കെ ഭയങ്കര മേളമായിരിക്കുമല്ലോ? ഒന്നും പറയാണ്ടിരിക്കണം നല്ലത്. ഞങ്ങൾക്ക് ദിവസത്തില് ഇപ്പം തിങ്കൾ മുതൽ വെള്ളി വരെ ഞങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഒരു സമാധാനമുള്ള കുറച്ച് മണിക്കൂറുകളാണ് ഈ 9:30 തൊട്ട് 1 മണി വരെ. അതല്ലാത്ത സമയം മുഴുവൻ ഈ വീടിങ്ങനെ എന്താ പറയുക, ഫുള്ള് വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന സമയങ്ങളാണ് പിള്ളേരെ കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, പക്ഷെ ബാക്കി എല്ലാ സമയത്തും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഇവരെ നോക്കിയിരുന്നാൽ അതൊക്കെ മറന്നു പോകും. കാരണം സമയം ഉണ്ടാവില്ല. ഇവരുടെ പിന്നാലെ ഓടൽ തന്നെയാണ് ഞങ്ങളുടെ പണി. ഇവിടെ പാച്ചുണ്ട്, പിന്നെ തോമു, ചേട്ടന്റെ പിള്ളേര് തോമും ചാക്കോച്ചനും നല്ല എല്ലാം ഭയങ്കര വെറൈറ്റി പേരുകളാണ്. ഇവര് 3 പേരോട് ചേർന്ന ഭയങ്കര ബഹളമായിരിക്കും. ആരാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ഇവിടെ? അങ്ങനെയൊന്നുമില്ല, ഡിപ്പെൻസ്. ഇപ്പൊ 3 പേരും കണക്കാണ്. ഞങ്ങൾ പറയും 3 ആളും ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ ഇന്ന ആള് കൂടുതൽ കുറവൊന്നുമില്ല. 3 പേരും 3 പേരുടെ രീതിയിൽ പല തലത്തിലാണ് അവര് വഴക്കുണ്ടാക്കുക. ഒരാൾ 9 മാസം ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തോണ്ട്, പക്ഷെ അവന് പറ്റാവുന്ന രീതിയിൽ അവനും വഴക്കുണ്ടാക്കും, അവന് വാശി പിടിക്കും. അവന്റേതായ ആ പ്രായത്തിൽ പറ്റുന്ന എല്ലാ കുറുമ്പാവും കാണിക്കും. ഇപ്പം ഈ ഇത്രയും 3 കുട്ടികൾ ഇവിടെ ഉണ്ടായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്നറിയോ, ഡിംപിളേച്ചി ഇത്രയും ഒരു ഏജ് ആയിട്ട്, അല്ലെങ്കിൽ മലയാളികൾ അന്നോട്ട് കുഞ്ഞിലോട്ട് കാണുന്ന ഒരു മുഖമാണ് അല്ലേ? നമ്മുടെ തെങ്കാശിപ്പട്ടണത്തിലും അതേപോലുള്ള സിനിമകളിലൊക്കെ കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഒരു കുട്ടികളുടെ ഫേസ് നോക്കുമ്പോഴത്തേനും ഈ ചിലരുടെ മുഖം ഉണ്ടല്ലോ ഇപ്പോഴും മറ്റേ കുട്ടികളുടെ മുഖമാണ്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് എപ്പോഴും ഡിംപിൾ എന്ന് പറയുമ്പോഴും നമ്മുടെ ഒരു അപ്പുറത്തെ വീട്ടിലെ കുട്ടി അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അതെ അതെ അതെ, എല്ലാവരും പറയും ഡിംപിളിന്റെ ഫേസിന് മാറ്റില്ല. പിന്നെ ഞാൻ ആ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കാരണം എല്ലാവർക്കും ഇപ്പോഴും ആ കുട്ടിയായിട്ട് ഞാൻ നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ പ്രഗ്നൻസി സ്റ്റോറി, ഡെലിവറി സ്റ്റോറി യൂട്യൂബിലൂടെ ഒരു അമ്മ എന്നുള്ള രീതിയിൽ കണ്ടിട്ടാണ് പിന്നെയും കുറച്ച് പേർക്കെങ്കിലും ഓക്കെ ഇത്രയും വയസ്സായി, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലായി എന്ന് തോന്നുന്നത് പലർക്കും. ഇപ്പൊ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും ഇപ്പോഴും, അതായത് നമ്മൾ പണ്ട് കാണുന്ന സമയത്തെ ആയിരിക്കും ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഇപ്പൊ ഈ യൂട്യൂബ് ഒക്കെ കാണുമ്പോഴായിരിക്കും ഓ ഇത്രയും വലുതായി എന്നൊക്കെ ചേച്ചി പറഞ്ഞ പോലെ തോന്നുന്നത്. അത് ഇപ്പോഴും ഇറങ്ങുമ്പോഴത്തേന് പഴയ കാര്യങ്ങൾ കൂടുതലും ചോദിക്കുന്നില്ല, സിനിമ കാര്യങ്ങൾ. ഇപ്പൊ സത്യം പറഞ്ഞാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്റെ കാര്യം ചോദിക്കാറില്ല
എല്ലാരും പാച്ചുവിനെ കുറിച്ചാണ് ചോദിക്കാറ്. ഇപ്പോ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോ എനിക്ക് തോന്നുന്നു അധികം ആരും റെക്കഗ്നൈസ് ചെയ്യുന്നേക്കാൾ കൂടുതൽ ഞങ്ങൾ സ്ഥിരം വീട്ടിൽ കാണുന്ന ആള് ആ രീതിയിലാണ് എല്ലാവർക്കും. പ്രത്യേകിച്ച് എന്നെ കാണുമ്പോൾ എൻ്റെ വിശേഷം പോലും ചോദിക്കാണ്ട് പാച്ചുന് എന്താണ് അവന്റെ കാര്യങ്ങളാണ് കൂടുതൽ ചോദിക്കുക. എനിക്ക് സന്തോഷം അത് തന്നെയാണ്. ഇപ്പൊ ഒരു അമ്മ കൂടിയാണ് എങ്കിൽ പോലും നമ്മൾ പഴയ നമ്മുടെ ഒരു പാഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആ വഴിയിൽ കടന്നു വന്ന ഒരാളാണ്. അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ അയ്യോ ഞാൻ ഇപ്പോഴും അങ്ങനെ താരമായിട്ട് അറിയപ്പെടുന്നില്ല, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വിഷമം? ഒരിക്കലും ഇല്ല. ഞാൻ ആഗ്രഹിച്ചു വന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രി അല്ല. ഞാൻ ഓർമ്മ വെച്ചപ്പോഴേ ഞാൻ ആ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഓളത്തിന് കുറെ ചെയ്തു എന്നല്ലാണ്ട് അങ്ങനെ ഒരു ഭയങ്കര ഒരു പാഷനായിട്ട് എൻ്റെ മനസ്സിൽ സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് യെസ് എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ ഓളത്തിൽ എന്തൊക്കെയോ ചെയ്തു. പിന്നെ എനിക്ക് സീരിയൽസ് കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ അതും ഒരു പരിധി, കാരണം കുഞ്ഞിലേ മുതൽ എന്നും ഇത് തന്നെ ആയപ്പോൾ എനിക്കും അത് മടുപ്പായി തുടങ്ങി. ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മടുപ്പാവുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ബാക്ക് ഔട്ട് ചെയ്തത്. പക്ഷെ അതിലെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നും അങ്ങനെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമൊന്നുമില്ല. ഇപ്പൊ എന്താണോ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ചേച്ചി ആദ്യമായിട്ട് അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് ഒരു ക്യാമറയ്ക്ക് മുമ്പ് നിൽക്കുന്നത്? ആ ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു പരസ്യമാണ് ചെയ്തത്. മരുത്വ പഞ്ചജീരകകൂടം എന്ന് പറഞ്ഞിട്ട്. എനിക്ക് LKG UKG ആ ഒരു അത്രയും ചെറുപ്പത്തിലാണ്. അപ്പൊ ഡാഡിയുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു അതിന്റെ ക്യാമറാമാൻ. അപ്പൊ അങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നത്. വെച്ചാൽ നല്ല അന്നും കുണ്ടുമണിയാണ്. അപ്പോ ലെന ചേച്ചിയുടെ കൂടെയായിരുന്നു ആ പരസ്യം. അപ്പൊ അതിനാണ് ഫസ്റ്റ് ആയിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത്. ഒരു ഈസ്റ്ററിന്റെ അന്നാണ് പരസ്യം ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഒന്നും അല്ലല്ലോ, നമ്മൾ കാത്തിരിക്കണം. ആദ്യമായിട്ട് ഇന്ന ചാനലിൽ ഇത്ര മണിക്ക് ഇത് വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ആ TV കാണാൻ വേണ്ടി കാത്തിരുന്നത്. ആദ്യമായിട്ട് പരസ്യം കണ്ടോക്കി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ ഇങ്ങനെ പഴയ വീഡിയോസ് ഒക്കെ നോക്കുമ്പോഴേ ഞാനിങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ അതിലെനിക്കൊരു ഭാമ എന്ന് പറഞ്ഞ ജ്വല്ലറിയുടെ ഒരു ആഡ് ഉണ്ട്. ചേച്ചിക്ക് ചേച്ചിക്ക് ഓർമ്മ ഉണ്ടല്ലോ, കാണിച്ചു തരാം കേട്ടോ. അത് ഈ അടുത്ത് ഡിവൈൻ കാണിച്ചിട്ട് എനിക്കത് ചിരി തന്നെ ഞാൻ കാണിച്ചു തരാം. എന്റെ അതിന്റെ ഞാനിങ്ങനെ ഒരു ജ്വല്ലറി. അതെ അതെ. അപ്പൊ ഞാൻ അതിങ്ങനെ നോക്കിയപ്പോ ഓ ചേച്ചിയുടെ പഴയ വീഡിയോസില് നമുക്ക് ആ മുഖമാണ് ഉള്ളത്. വലിയ മാറ്റൊന്നുമില്ലല്ലോ, എനിക്ക് കുറച്ച് തടിച്ചു. എനിക്കിപ്പോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ചമ്മല. ഞാൻ അഭിനയിച്ച വീഡിയോസ് ഒക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര ചമ്മല, എന്താന്നറിയില്ല. അപ്പൊ ഇതൊക്കെ ഏത് പ്രായത്തിലായിരുന്നു ചേച്ചി? ഇത് എനിക്ക് +1 +2 ആ ഒരു സമയം. ആ സമയത്ത് നമ്മുടെ ഒരു സമയത്ത് ഫുൾ ഡിവോഷണൽ സീരിയൽസ് ആയിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്തെ ഇതാണ് അതിലത്തെ പട്ടുപാവടിയും ബ്ലൗസ് ഒക്കെയാണ് അത് കാണുന്നത് ട്രിവാൻഡ്രത്ത്. അതേപോലെ തന്നെ ഞാൻ വേറൊരു ആദ്യമായി ഉള്ളിൽ തോന്നി നമ്മളൊരു ആൽബം സോങ് അത് കാണുമ്പോ എനിക്ക് ചേച്ചി മിക്കാറ് അല്ലെ ഈ ഒരു സംഭവം അന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര. എന്റെ മുടി കണ്ടോന്നത് എന്റെ 18 വയസ്സാണത്. ആണല്ലേ? ഞാൻ ആ ലൊക്കേഷനിൽ വെച്ചിട്ടായിരുന്നു എന്റെ. അല്ല 18 ആയിരിക്കില്ല കേട്ടോ, 20 വയസ്സായിരിക്കും. ഒരു ബർത്ത്ഡേ ഒക്കെ ആ സമയത്തായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോയിൽ എന്റെ മുടി ഭയങ്കര ഹൈലൈറ്റാ. നല്ല ഭംഗിയുള്ള മുടിയും കാര്യങ്ങളൊക്കെ. ഇപ്പൊ അത് കാണുമ്പോ മിസ്സിങ് തോന്നാറുണ്ട്. പക്ഷെ അഭിനയം കാണുമ്പോ എനിക്ക് ഭയങ്കര എന്താ പറയുക ചമ്മലും തോന്നാറുണ്ട്. അതിലപ്പോ എനിക്കൊരു അബദ്ധം പറ്റിട്ടോ. അതില് ഞാൻ ശരിക്കും പറഞ്ഞാൽ 18 വയസ്സായപ്പോഴാണ് കാസനോവ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ അധികം ചെയ്തിട്ടില്ല. അപ്പൊ അതിന് മുൻപാണ് ഈ കാണിച്ച വീഡിയോയിലുള്ളത്. അപ്പൊ ആ മുടിയൊക്കെ ആ സമയത്തെയാണ്. ആ മുടിയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറുണ്ടോ ചേച്ചി? ഉണ്ട് മുടി, അന്ന് ഭയങ്കര നല്ല മുടിയായിരുന്നു. അപ്പോ ചില സമയത്ത് നമുക്ക് വീഡിയോസ് കാണുമ്പോ എന്ത് നല്ല മുടിയായിരുന്നു അല്ലേ തോന്നാറുണ്ട്. എനിക്ക് ഏറ്റവും ചേച്ചിയുടെ ഇഷ്ടമുള്ള ഒരു എന്ന് വെച്ചാൽ കുറെ സിനിമകൾ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും തെങ്കാശിപ്പട്ടണമാണ് അല്ലെ? എല്ലാവർക്കും അത് തന്നെയാണ്. അതാണ് ആ സീന്. എനിക്ക് യൂട്യൂബിൽ അതിന്റെ ഒരു സീനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന്റെ തന്നെ തമിഴും ഉണ്ട്. അതധികം ആൾക്കാർക്ക് അറിയില്ല.
ഇത് മറ്റേ ഭയങ്കര രസം. ഇതിപ്പോഴും ഞാൻ ഇപ്പോഴാണല്ലോ ട്രോളുകളുടെ കാലം വന്നത്, പക്ഷെ ഇപ്പോഴും ഈ സീൻ വെച്ചിട്ട് പല ട്രോൾസും വരുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതാണ് ഈ സിനിമയുടെ ഗുണം കേട്ടോ. സീരിയൽ ആകുമ്പോൾ നമ്മൾ കണ്ടത് മറന്നു പോകും. ഇപ്പൊ പിന്നെയും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് വരുമെങ്കിലും സിനിമ എന്ന് പറയുമ്പോൾ ഏത് കാലത്തും അത് അവിടെ ഉണ്ടാവും. അപ്പൊ അത് കാണുമ്പോ ഭയങ്കര സന്തോഷാണ്. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ആ മനസ്സിൽ ദിലീപേട്ടനും സംയുക്ത ചേച്ചിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ദിലീപേട്ടൻ്റെ കൂടെ സ്പേസ് കിട്ടുക പറയുമ്പോ അപ്പൊ നമ്മള് കുഞ്ഞാണല്ലോ. ദിലീപേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ആക്ടറാണ്. നേരിട്ട് കാണുന്നതൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരിക്കും. എനിക്ക് ഒന്നാമത് ഞാൻ ദിലീപേട്ടന്റെ കട്ട ഫാനായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദിലീപേട്ടനെ. അപ്പൊ എന്റെ ഫസ്റ്റ് സിനിമ ഉണ്ടായിരുന്നു കാറ്റൊന്ന് വിളിച്ചപ്പോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവിന് ഇതുപോലെ വന്നു. അപ്പൊ അതിലിങ്ങനെ ആരുടെ കൂടെയാണ് അഭിനയിക്കാൻ ഇഷ്ടം ഇനി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ദിലീപേട്ടന്റെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ദിലീപേട്ടൻ ഇഷ്ടമുള്ള സിനിമകൾ ദിലീപേട്ടനെ കുറിച്ച് ഇങ്ങനെ കുറെ വാദം വരാതെ അതിൽ സംസാരിച്ചു. എങ്ങനെയോ ദിലീപേട്ടൻ ഈ ഇന്റർവ്യൂ കാണാൻ ഇടവന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം മഞ്ജിമയുടെ ക്യാരക്ടറിനാണ് എന്നെ ആദ്യം പറഞ്ഞത്. പിന്നെ ദിലീപേട്ടൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് ദിലീപേട്ടൻ പറഞ്ഞിട്ടാണ് പ്ലേസ് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ തെങ്കാശിപ്പട്ടണം എന്ന് പറയുമ്പോൾ അന്നത്തെ സ്റ്റാർസ് എല്ലാവരും ഉള്ള സിനിമയാണ്. അപ്പൊ അതില് നമ്മളും കൂടി ആവുകയെന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, അന്നത്തെ എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഇന്നും ആൾക്കാർ അത് വെച്ചിട്ടാണ് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഓർക്കുന്നത് ആ വഴി അറിഞ്ഞോളും എന്നുള്ള ഇതിലാണ്. അപ്പൊ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസും ആയിരുന്നു. ഞങ്ങൾ എത്രയോ ദിവസം തെങ്കാശിയിൽ ഒക്കെ ഷൂട്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും ഒരു ആഘോഷമായിരുന്നു. ഒത്തിരി മെമ്മറീസ് ഉണ്ട്. അന്ന് നമ്മൾ ആദ്യമായിട്ട് ദിലീപിനെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളാണല്ലോ. കുഞ്ഞുപിള്ളേരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ എക്സൈറ്റ്മെന്റ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കില്ല, അതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ അന്നും ഒരു ഷൈ ടൈപ്പാണ്. അങ്ങനെ ഓടിക്കേറി മിണ്ടുന്ന ഒരു ടൈപ്പ് അല്ല, ചിരിക്കും എല്ലാവരോടും. അപ്പൊ ഇത് സീൻ എടുക്കുന്നതിന് മുൻപ് എന്നെ ദിലീപേട്ടൻ വിളിച്ച് മടിയിലൊക്കെ ഇരുത്തി, അതിന്റെ ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യില്, മടിയിലൊക്കെ ഇരുത്തി സംസാരിച്ച് അങ്ങനെയാണ് നമ്മൾ സീൻ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് ഇങ്ങനെ അങ്ങോട്ട് കയറി സംസാരിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അടുത്ത് കുറെ സംസാരിച്ച് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഈ സീൻ എടുക്കുന്നത്. അന്ന് കുറെ ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടല്ലോ, സുരേഷേട്ടനുണ്ട്, അതേപോലെ ലാൽ സാറൊക്കെ ഉണ്ട്. അവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാം ഞങ്ങള് എത്രയോ ദിവസം അവിടെ ഒന്നിച്ച് ഷൂട്ടായിരുന്നു. ശരിക്കും ആ ഗോലുമാല് സോങ്ങിലൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിനിമയാണല്ലോ, അത് കട്ട് ചെയ്ത് വരുമ്പോ കുറെ ട്രിം ആയി പോകും. പക്ഷെ ഷൂട്ടിന് ഞങ്ങളെല്ലാവരും ഈ പാട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ലൊക്കേഷനിലുണ്ട്. അപ്പൊ സുരേഷ് അങ്കിള്, ലാലങ്കിള് എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ചീട്ട് കളിക്കും. അവരവരുടെ ഷോട്ട് ആകുമ്പോൾ ഈ ചീട്ടുകളിയുടെ ഇടയിൽ നിന്നാണ് പോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു. ഇവര് സ്റ്റാർ ആണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിയാണ്, അങ്ങനെയൊന്നും മാറ്റി നിർത്താണ്ട് ഒരു ടീമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ ഈ അടുത്ത് പോലും സുരേഷ് അങ്കിളിനെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഞാനും ഞെട്ടിപ്പോയിട്ടോ, ഇത്രയും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ലാലങ്കിളിനെ ആണെങ്കിലും ഈ അടുക്ക് കണ്ടപ്പോൾ, പിന്നെ റാഫി മിക്കാട്ടിൻ സാറിനെ കണ്ടു. ഈ അടുത്താണ് കണ്ടത്, കൊച്ചായിട്ടാണ് കണ്ടത്, പാച്ചുള്ളപ്പോഴാണ് കണ്ടത്. അപ്പോഴും അന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓർക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. സുരേഷ് ഇപ്പോഴും ഓർമ്മയൊക്കെ ഉണ്ടോ? കാരണം അതെ, ഐ മീൻ അങ്ങനെയല്ല, കാരണം കുഞ്ഞിലായിരിക്കില്ല കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് കാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് എന്താ പറയുക, ഇതൊന്നും കാണാത്ത ആളാണെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു മിന്നി മറിഞ്ഞ് കാണുന്നുണ്ടാവായിരിക്കാം സ്ക്രീനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ. എന്തായാലും മറന്നിട്ടില്ല. ഇപ്പോഴും കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? ഇല്ലില്ല, ഞാൻ ഒട്ടും കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. കാണുമ്പോ സംസാരിക്കും, ചിരിക്കും എന്നല്ലാണ്ട് ഒരാളുടെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല. അപ്പൊ ഞാൻ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യാൻ ഭയങ്കര മോശമാണ്. ഇപ്പൊ സുരേഷ് ചേട്ടൻ നമ്മളിങ്ങനെ ജയിച്ചിങ്ങനെ എന്താ വിജയശ്രീ ലാളിതനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തൃശ്ശൂരില്. അപ്പൊ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു അല്ലെങ്കിൽ നേരിട്ട് കണ്ടപ്പോ അത് കഴിഞ്ഞിട്ടാണോ? അല്ലല്ല പാച്ചൊക്കെ ആവുന്നതിന് മുമ്പ്, കല്യാണത്തിന്റെ ആ ഒരു സമയത്തായപ്പോഴാണ് കണ്ടത്. എവിടെയോ എനിക്ക് ഏതോ ഒരു മീറ്റിംഗിൽ എന്തോ കണ്ടത്. അപ്പൊ ജസ്റ്റ് പോയിട്ട് ഹായ് പറഞ്ഞു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എനിക്ക് പക്ഷെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് സുരേഷ് അങ്കിളിനെ. പിന്നെ മറ്റേ ലക്ഷ്മി ഉണ്ടല്ലോ, മോള് മരിച്ച ലക്ഷ്മി ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് ആ മോളായിട്ട് എന്നെ കണക്ട് ചെയ്ത് ഒരു അറ്റാച്ച്മെന്റ് എൻ്റെ അടുത്ത് കാണിക്കുമായിരുന്നു. അപ്പൊ അതും എനിക്ക് നല്ലൊരു മെമ്മറി ആയിരുന്നു. ചേച്ചി, അപ്പൊ നമ്മളിങ്ങനെ സുരേഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ സമയത്ത് വോട്ട് ചോദിക്കാനൊക്കെ വന്നിരുന്നത്? കാരണം എല്ലായിടത്തും ഇങ്ങനെ പോകുന്നത് നമ്മൾ വീഡിയോസ്. ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടുന്ന് ഡാഡിയൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും ഊഹിക്കുന്നു ഡാഡി സുരേഷ് സാറിനെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവാന്ന്. എനിക്ക് അറിയില്ല കേട്ടോ, നമ്മള് ചോദിക്കാൻ പാടില്ലല്ലോ. ശരിയാണ്, അതൊക്കെ എന്നാ പോലും നമ്മൾ ആക്ച്വലി നമുക്ക് പേഴ്സണലി പരിചയമുള്ള ഒരാളാണല്ലോ. അന്ന് തൊട്ട് നമ്മൾ കാണുന്നതാണ്, സിനി ആർട്ടിസ്റ്റ് ആണ്, ചേച്ചി സിനി ആർട്ടിസ്റ്റ് ആണ്, ചേട്ടൻ ഭയങ്കര വലിയൊരു താരമാണ്. അപ്പം ഇതിന്റെ ഒരു ഇഷ്ടം കൂടെ കാണുമല്ലോ. എനിക്ക് തോന്നുന്നു കുറെ മലയാളികൾ എനിക്കൊരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്ന ആ ഒരു
സുരേഷ് ഏട്ടൻ നടനോടുള്ള സ്നേഹം കൊണ്ടുകൂടി കൂടിയാണ്. അപ്പം ആ ഒരു സ്നേഹം നമുക്ക് വോട്ട് ചെയ്യാൻ അല്ലെ അങ്ങനെ എനിക്ക് ഭയങ്കര, എനിക്ക് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഇഷ്ടമാണ്, എനിക്ക് പേഴ്സണലിയും ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്താണെങ്കിലും അല്ലാണ്ട് ഇപ്പൊ നമ്മള് പേഴ്സണലി ഒരു ഇന്റർവ്യൂസ് കാണുമ്പോഴാണെങ്കിലും ഇപ്പൊ കോടീശ്വരനിലാണെങ്കിലും നമ്മളിപ്പോ ആർട്ടിസ്റ്റ് ത്രൂ നമ്മൾ അറിയും കുറേ പുള്ളിക്കാരൻ ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങൾ, ഇടപഴകുന്ന രീതികളൊക്കെ കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ഒരാളോടത്തൊരു ഇഷ്ടം തോന്നുമല്ലോ. ആ ഒരു ഇഷ്ടം എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇഷ്ടം സുരേഷ് അങ്കിളിനോട് ഉണ്ട്. അപ്പൊ ജയിച്ചു എന്നും കൂടി അറിഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. അതെ, അത് പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂരാണല്ലോ, അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തില് കാണാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പൊ ചേച്ചി ഇടയ്ക്ക് പറഞ്ഞിരുന്നില്ലേ, ഇപ്പൊ മരിച്ചുപോയ മകൾ ലക്ഷ്മി പോലെ തന്നെ എന്നെ ട്രീറ്റ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ടോ? അത് ആ തെങ്കാശിപ്പേട്ടന്റെ സമയത്താണോ? ആ സമയത്ത് അല്ലല്ല, ആ സമയത്ത് എനിക്ക് മരിച്ചിട്ട് അധികം ആയിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അതെനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഞാൻ എന്തോ മമ്മിയുടെ രാത്രിയൊക്കെയാണ് ആ ഗോലുമാല സിനിമയുടെ ആ പാട്ടിന്റെ ഷൂട്ട്. അപ്പൊ ഞാൻ എങ്ങനെയോ ആരുടെയും മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ വേഗം വന്നിട്ട് മമ്മീനെ ഞാൻ തോന്നുന്നുണ്ട് വഴക്ക് പറഞ്ഞു, ഇങ്ങനെയാണോ മോളെ കെടുത്തി ഉറക്കണേ, ആ കൊച്ചിന് തഴുത്ത് ഞാൻ എടുക്കും, തലോണ എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ആരോ വിളിച്ചിട്ട് തലോണയിൽ എടുത്ത് കെടുത്തി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ഒരു. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ മോളെ കാണുന്ന പോലെയാണ്, മോളെ കാണുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ഒരു ഇൻസിഡന്റ്. അപ്പൊ ശരിക്കും നമുക്കിപ്പോ എനിക്കാണെങ്കിൽ ഇപ്പൊ വേറൊരു കൊച്ചിനെ കാണുമ്പോൾ നമ്മുടെ മോളായിട്ട് തോന്നാന്ന് പറയുമ്പോ അതൊരു ഇമോഷണൽ കണക്ട് കിട്ടുമ്പോഴാണല്ലോ. അതിപ്പോ സുരേഷ് അങ്കിളിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, പക്ഷെ നമ്മള് മറക്കില്ലല്ലോ. അതാണ്. ചേച്ചി ആദ്യത്തെ പടമായിരുന്നു തെങ്കാശിപ്പട്ടണം? ഫസ്റ്റ് കാറ്റോന്ന് വിളിച്ചപ്പോഴായിരുന്നു, പക്ഷെ റിലീസായത് തെങ്കാശിപ്പട്ടണം. മറ്റേതെനിക്ക് തോന്നുന്നു നമ്മുടെ ചിപ്പി ചേച്ചിയുടെ കൂടെ കാറ്റേ നീ വീശരുത്. അതിലും നല്ലൊരു പാട്ടും സീൻസും കുറച്ച് ഉണ്ടായിരുന്നു. പിന്നെന്താ ചേച്ചി ഒരു 18 വയസ്സൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു കാസ്നോവയോടുകൂടി നമ്മള് 17 വയസ്സിലാണ് കാസ്നോവ റിലീസ് ആവുന്നത്, 18ാമത്തെ വയസ്സിലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടില് കുറച്ച് എന്താ പറയാ, കുറച്ച് ഓർത്തഡോക്സ് ആണ്. ഇപ്പോ ഇത്രയൊക്കെ മതി എന്നുള്ളൊരു ഇതായിരുന്നു ആ സമയത്ത്. പിന്നെ എനിക്കും അടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ഒരു 3 വയസ്സ് മുതല് 18 വയസ്സ് വരെ ഇത് തന്നെയായിരുന്നു, ക്യാമറയുടെ മുമ്പിലായിരുന്നു എൻ്റെ ജീവിതം മുഴുവൻ. അപ്പോൾ എനിക്കും പിന്നെ സ്റ്റഡീസിലേക്ക് പോവാം മതിയായി എന്നൊക്കെയുള്ളൊരു തോന്നലായി. അപ്പോൾ പിന്നെ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും ഞാൻ ശരിക്കും ടോട്ടലി 18 വയസ്സോടെ നിർത്തി. കാസിനോയ്ക്ക് ശേഷം ശരിക്കും ഒരു ഹീറോയിനായിട്ട് റീ എൻട്രി ഒക്കെ ചെയ്യാമെന്ന് പലരും പറഞ്ഞെങ്കിലും എന്തോ ആ സമയത്ത് അതൊന്നും വേണ്ടാന്ന് തോന്നി. പക്ഷെ ഇപ്പൊ ചില സമയത്ത് വിചാരിക്കാറുണ്ട് എന്തിനാണ് അങ്ങനെ തോന്നിയെന്ന് തോന്നാറുണ്ട്. പക്ഷെ ഹാപ്പിയാണ്, ഇപ്പോഴും ആ ഒരു ഡിസിഷനിൽ ഹാപ്പിയാണ്. അങ്ങനെയാണ് വിട്ടു നിന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് റിയാലിറ്റി ഷോസ്, അത് കഴിഞ്ഞിട്ട് കുക്കറി ഷോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. എൻഗേജ്ഡ് ആയിരുന്നു, പക്ഷെ ഫാമിലി ലൈഫിനും ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റി ഇതിന്ന് വിട്ടതിന് ശേഷം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പൊ എന്തെങ്കിലുമൊക്കെ നോയ്സ് വരുവാണെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കുക. ഞങ്ങൾ രണ്ടുപേരുടെ സൗണ്ടും നിങ്ങൾ അത്രത്തോളം എടുത്ത് പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ചേച്ചി. അപ്പോ ഇങ്ങനെ ഈ അത് കഴിഞ്ഞിട്ട് ഒരുപാട് ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? കാസ്നോവ കഴിഞ്ഞിട്ട് ശരിക്കും അതിഗംഭീര ഓഫേഴ്സ് ഒന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല. നമുക്ക് അയ്യോ ഇത് ചെയ്തേ പറ്റൂ എന്ന് തോന്നാവുന്ന മാത്രം നല്ല ഓഫേഴ്സ് ഒന്നും വന്നില്ല, അതാണ് സത്യം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ട്രൈയും ചെയ്യണം. അതെന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മളെ തേടി എല്ലാവരും ഓഫേഴ്സ് കൊണ്ട് വരണം എന്നില്ലല്ലോ. നമ്മളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പല ഡയറക്ടേഴ്സിന് പോകണം, ഓഡിഷൻസിന് വിളിക്കുമ്പോൾ ചെല്ലണം. ഈ ഒരൊറ്റ ഓഡിഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞ പോലെ എൻ്റെ സൈഡിൽ നിന്നും അങ്ങോട്ട് ഉണ്ടായിട്ടില്ല. എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് എന്നെ തേടിയും വന്നിട്ടില്ല. പിന്നെ എനിക്ക് അപ്പോഴേ മതി എന്ന് മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ വിട്ടു, അത്രേ ഉള്ളൂ. ചേച്ചി മുമ്പേ പറഞ്ഞു എനിക്കൊന്നും സിനിമയെക്കാട്ടി കൂടുതൽ ചേച്ചിക്ക് സീരിയലിനോടായിരുന്നു ഇഷ്ടം. അപ്പം അതൊരു ഭയങ്കര കംഫർട്ട് സോൺ ആയിട്ട് തോന്നിയത് കൊണ്ടാണ്. എന്താണ് അങ്ങനെ ഒരു സീരിയൽസിനോട് ഒരു ഇഷ്ടം തോന്നാൻ കാരണം? എനിക്ക് കൂടുതൽ നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളത്, നമുക്ക് പെർഫോമൻസ് ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളത് സീരിയൽസിലാണ്. ഇപ്പൊ സിനിമയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ചെല്ലുന്നു, നമ്മൾ അങ്ങനെ ഒരുപാട് പെർഫോം ചെയ്യാനുള്ള അങ്ങനെ അത്രയും വലിയ ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ചെയ്ത 1-2 ആൾക്കാർ ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരു 16 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ഓർത്തിരിക്കാവുന്ന ഒരു നല്ല ക്യാരക്ടർ, എനിക്ക് സന്തോഷം തോന്നുന്ന സംഭവങ്ങൾ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ സീരിയലിനെ സംബന്ധിച്ച് ഞാൻ സിനിമയിൽ നിന്ന് വന്നിട്ടുള്ള ചൈൽഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു വാല്യൂ എനിക്ക് സീരിയലിൽ എപ്പോഴും തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീരിയലിൽ തന്നെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഇപ്പൊ ബാലതാരമായിട്ടാണെങ്കിൽ പോലും എല്ലാം പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കുറെ ചെയ്യാൻ പറ്റും. മാത്രല്ല ഓഡിയൻസിലേക്ക് കൂടുതൽ കണക്ട് ആവുന്നതും സീരിയൽസ് ആണ്. അന്നെന്ന് പറഞ്ഞാൽ ഇത്ര അധികം ചാനൽസും
യൂട്യൂബോ ഒന്നുമില്ല, ഈ ലിമിറ്റഡ് സീരിയൽസ് ആണ്. അപ്പൊ നമ്മളെ കാണുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്നേഹമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു അഫെക്ഷൻ ഒക്കെ കിട്ടിയത്, അല്ലെങ്കിൽ ആ ഒരു ഇപ്പോഴും ഞാൻ എൻ്റെ ഡിംപിളിന് ആൾക്കാർ ഓർത്തിരിക്കുന്നത് ആ സീരിയൽസ് ഒക്കെ ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ചേച്ചിയോട് ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ചേച്ചി ഭയങ്കര എനർജിയോടുകൂടി ഭയങ്കര ബോൾഡായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ചേച്ചി പക്ഷെ തുടക്കത്തിൽ പറഞ്ഞ ഭയങ്കര ഷൈ ആയിരുന്നു കുട്ടിക്കാലത്ത്, അല്ലെ? ഒരു സമയം വരെ ഭയങ്കര ഷൈ ആയിരുന്നു സംസാരിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി ഇതുപോലൊരു വേദിയിൽ നിന്ന് പറഞ്ഞ കാര്യമാണ്, കാരണം എല്ലാവർക്കും എന്നെ അറിയുന്നത് ഒരു അപ്പൻ്റെ അമ്മയുടെ നിഴലിൽ നിൽക്കുന്ന കുട്ടിയായിട്ടാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ആ ഒരു ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു സോൺ വിട്ട് പുറത്തേക്ക് വരാൻ എനിക്ക് കുറെ സമയം എടുക്കേണ്ടി വന്നു. ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. എനിക്കൊരു 28-29 വയസ്സാവേണ്ടി വന്നു ആ ഒരു സോണിൽ നിന്ന് മാറാനായിട്ട്. പക്ഷെ ഈ പറഞ്ഞല്ലോ, നമുക്ക് ഞാനൊരു കംഫർട്ട് സോണിലാണ് ഞാൻ ജീവിച്ചത് ഒരു 28 വയസ്സ് വരെ. 28 അല്ല കേട്ടോ, ഇപ്പൊ എനിക്ക് 31 വയസ്സ്. അപ്പൊ 27-28 വയസ്സ് വരെ ഞാനൊരു കംഫർട്ട് സോണിലാണ്. എനിക്ക് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, നീ ഒന്ന് ഉഷാറാവേണ്ടതുണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് തന്നു, സിറ്റുവേഷൻസ് തന്നു. അത് തന്നെ സർവൈവ് ചെയ്യേണ്ട പല കാര്യങ്ങളായിരുന്നു, മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നപ്പോൾ നമ്മൾ അറിയാണ്ട് ആ ഒരു ബൗണ്ടറി നിന്നൊക്കെ മാറി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തി. പക്ഷെ ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് അന്നും പാരന്റ്സ് അല്ല, നമ്മുടെ ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു പോയിന്റ് വേണമല്ലോ, ഒരു റീസൺ വേണം എന്തിനും. അപ്പൊ ആ ഒരു റീസൺ എന്റെ ഡെലിവറി ആയിരുന്നു എന്ന് മാത്രം. ഇപ്പൊ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ മാരേജ് കഴിഞ്ഞ ആളാണ്. അത് ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ല, 24-25. അപ്പൊ അത് ലവ് മാരേജ് ആയിരുന്നു? അല്ല, പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. ചേച്ചി സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ പ്രിപ്പയർഡ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു മാരേജിന് വേണ്ടി? ഇല്ല, ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സോഷ്യൽ കണ്ടീഷനിങ് ഉണ്ടല്ലോ. നമുക്കൊരു 20 വയസ്സൊക്കെ ആയാൽ കല്യാണം കഴിഞ്ഞ് പോവുക. പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞാല് ഇപ്പോൾ ഏർലി മാരേജ് എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിലിപ്പോൾ ഇപ്പോൾ അമ്മാമ്മയുടെ ഒക്കെ പറയുകയാണെങ്കിൽ 24 വയസ്സായ കുട്ടിക്ക്, ഏതാണ്ട് നമ്മളിപ്പോൾ 35 വയസ്സായ കുട്ടിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. 24 വയസ്സൊക്കെ ഭയങ്കര ലേറ്റ് ആയി കല്യാണത്തിന്. 20-21 ആകുമ്പോഴേക്കും കെട്ടിച്ച് വിട്ട് പിറ്റേ വർഷം കുട്ടി ഉണ്ടാവണം, അങ്ങനെയുള്ളതാണ് ഇവിടുത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നത്. അപ്പൊ അത് 24 തള്ളി 24 ബർത്ത്ഡേയുടെ സമയത്ത്, ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളും സെറ്റായി, ഇനിയിപ്പോൾ ഇത്ര വയസ്സായി കല്യാണം കഴിക്കണം, അല്ലാണ്ട് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ അറേഞ്ച് മാരേജ് ആയിരുന്നു. ലവ് മാരേജിനെ കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റില്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് ഒരു പ്രണയമൊക്കെ ഉണ്ടോ ചോദിച്ചാൽ പോലും ചിലപ്പോൾ ആ സമയത്ത് ഇല്ല. നമുക്ക് പ്രണയം എന്നൊക്കെ പറഞ്ഞാല് ഞാൻ മമ്മിയുടെ അടുത്തും ഡാഡിയുടെ അടുത്തും പറയാറുണ്ട്, നല്ല പ്രായത്തിൽ പ്രേമിച്ചൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്ന് പറയാറുണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ഒരു ടീനേജ് ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയില്ലായിരുന്നു പുറം ലോകത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോ പ്രണയിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ചില പ്രണയങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുമില്ല ഞാൻ. കുറെ കഴിഞ്ഞിട്ട് ഇപ്പോഴൊക്കെയാണ് ദൈവം അത് പ്രണയമായിരുന്നല്ലോ ഇതൊക്കെ ഞാൻ തന്നെ റിയലൈസ് ചെയ്ത് തുടങ്ങിയത്. പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നൊക്കെ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പൊ ഇവരെന്ത് പറയും? അപ്പൊ പറയും, നിന്നോട് ആരെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞോന്ന് എനിക്ക് ചെയ്യാറുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അത് കൊള്ളാം, നന്നായിട്ടുണ്ടായിരുന്നു. അതെ, ഇനിയിപ്പോ പറയാലോ, രക്ഷയില്ലല്ലോ, കല്യാണം കഴിച്ച് കൊച്ചു വയസ്സ് ഇനിയും പറയാം. ചേച്ചി ഇപ്പം ചേച്ചി ഇതുപോലെ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നോ പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചേച്ചിക്ക്. കാരണം നമ്മൾ നല്ല കുട്ടി എന്നുള്ളൊരു ഇമേജ്, അതിപ്പോ എനിക്കൊന്ന് കുറച്ച് നാട്ടുമ്പുറം അല്ലെങ്കിൽ നമ്മളൊരു ഓർത്തഡോക്സ് ഫാമിലി ഒക്കെ ആകുമ്പോഴത്തേന് ഒരു നല്ല കുട്ടി എന്നുള്ള ഇമേജ് വരുമ്പോഴത്തേന് മറ്റുള്ളവർക്ക് വിഷമാവും. അതുകൊണ്ട് നമ്മൾ അങ്ങ് ഒതുങ്ങിയേക്കാം, സാക്രിഫൈസ് ചെയ്തേക്കാം എന്നൊക്കെ ഉള്ളൊരു മെന്റാലിറ്റി നമുക്ക് വരും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ചില സമയത്ത് നമുക്ക് പറയണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ പറ്റാറില്ല. അവരെന്ത് വിചാരിക്കും? സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് എന്ത് പറയാമെന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഫ്രീഡത്തിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ആ സമയത്തൊന്നും എനിക്കും അറിയില്ലായിരുന്നു. നമുക്കിത് പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നമില്ല, നമുക്കിത് പറഞ്ഞുകൊണ്ട് അവർക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും ശരി, ചിലപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം ഞാൻ ശരി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവും. പക്ഷെ അപ്പം നമുക്കറിയില്ല. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് നമ്മളല്ലാണ്ടായിപ്പോ, നമുക്കൊരു അഭിപ്രായം ഇല്ല പറയാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. അതൊക്കെ പക്ഷെ ഇത്രയും സമയം എടുത്തു എനിക്ക് അതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനെന്ന് മാത്രം. ചേച്ചി ആ സ്ട്രഗിൾ ചെയ്യുന്ന സമയം തൊട്ട് ഈ നിമിഷം വരെ ചേച്ചി ആ പോയിന്റിൽ ഒരു തിരിച്ചറിവ് പോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളൊരു കാര്യം, അതിപ്പോ എത്രത്തോളം അച്ചീവ് ചെയ്തു?
ഞാൻ ഹാപ്പിയാണ് ആ കാര്യത്തില്. കാര്യം നമ്മള് ഹാർഡ് വർക്ക് എപ്പോഴും നമ്മൾ വെറുതെ ഇരുന്നാൽ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അതൊന്നും വരില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഈ ചാനലില് മുന്നോട്ട് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആവും, ചില സമയത്ത് നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മളിപ്പോ എനിക്കിപ്പോ ഇവരെ നോക്കിക്കൊണ്ട് എൻ്റെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് എനിക്ക് ചെയ്യാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ മര്യാദയ്ക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പൊ അതിന് ഞാൻ ചിലപ്പോൾ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. ചില സമയത്ത് ഇവനെയൊക്കെ ഉറക്കിയിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വന്നു. ഇനിയിപ്പോ കേൾക്കാം. ഇനിയിപ്പോ ലൈറ്റ് ഒക്കെ മറിച്ചിട്ടാൽ എന്നൊന്നും പറയരുത്. എത്തിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് വരുമ്പോ വിളിച്ച്. അപ്പൊ ഒരു എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ചാനലിൽ വീഡിയോ ഇടുന്നത്, എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതിൽ നിന്നാണ് ഇപ്പൊ എന്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. അതിപ്പോ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നു. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ എടുക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് സേവ് ചെയ്യുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് വെച്ച് ചെയ്യുന്നു. അപ്പൊ അതൊരു സന്തോഷമാണ്. ഇങ്ങനെ നോക്കി നിക്ക, പുതിയ കുറെ ആൾക്കാർ വന്നു. ആരാണെന്നൊക്കെ. പാച്ചു വാടാ. ആളുടെ പേര് തോമാന്നല്ലേ? തോമു ഇങ്ങനെ രണ്ടുപേരും. ഒരാൾ അവിടെ മറ്റേ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നു. ദേ മമ്മി ഇവിടെ ഉണ്ട്, വാ വാ. പാച്ചു വാ. പാച്ചു വാ. എന്റെ കണ്ണ് പാച്ചു വാ. കണ്ണ് വേദനെടുക്കണ്ട. കണ്ണിലെ ഇന്നലെ നഖം കൊണ്ടു. അപ്പൊ അതിന്റെ ഒരു പാച്ചു വാ. ഇങ്ങ് വന്ന് ചേച്ചി ചോദിക്കട്ടെ. നോക്കട്ടെ. ഇങ്ങ് വാ ഫ്രണ്ട് വാ. ചേച്ചിയോട് പറ എന്താ പറ്റിയ കണ്ണില്. ഇങ്ങ് വാ. കാണിച്ചേ ചേച്ചി. കണ്ടില്ല. കാണിച്ചേ. എന്തു പറ്റിയതാ? കണ്ണുണ്ടോ? കൈ കൊണ്ടോ? മരുന്ന് കഴിച്ചോ? മരുന്ന് കുടിക്കില്ല. കഴിച്ചോ? വാ നമ്മ നോക്കട്ടെ. വാ ഇങ്ങ് വാ. വാ ചേച്ചി, പുറത്ത് പോവാന്ന്. വാ ചേച്ചി കൊണ്ടുപോകാം, പുറത്തു കൊണ്ടാ. ഇങ്ങ് വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇങ്ങ് വാ, ചേച്ചി മടി ഇരുന്നു. ദേ ചേച്ചി ഇരുത്തും. വാ ചേച്ചി ഇരുത്താം. വാ ഫോൺ കാണിച്ചു തരാം. വാ. എന്നാ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോവില്ല. ഫോണിന്റെ ആളാണ്. സ്കൂളിൽ പോയിട്ട് എന്താ പഠിച്ചു? ABCD പഠിച്ചോ? അതൊക്കെ പഠിപ്പിക്കോ? 1 to 10 പറയും. A for apple, B for ball, E വരെ പറയും. A4 എന്താ പാച്ചു? A4 ബാത്റൂം വാ. നോ നോ, ഇവിടെ ഫുൾ ഇംഗ്ലീഷ്. നോ, ഫുൾ ഇംഗ്ലീഷ് ആട്ടോ. ഇന്ന് കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? ഫ്രണ്ട്സിന്റെ പേര് പറയാമോ? ഒന്നും ചുറ്റുള്ളതൊന്നും അറിയില്ല. ഫ്രണ്ട്സിന്റെ പേര് പറയോ? ഫ്രണ്ട്സിന്റെ പേര് പറയാവോ? പാച്ചു ബാ. ആള് ഗാലറി ഒക്കെ തുറന്ന് അതൊക്കെ യൂട്യൂബ് ഒക്കെ എടുത്ത് തന്നെ വെക്കും. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ ചേച്ചി. ഇടയ്ക്ക് അവന് മൂടുള്ളപ്പോ ഒക്കെ പറയും. ഇന്നിപ്പോ ഞാൻ പറയില്ലേ, കണ്ണിൽ അവന്റെ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. മറ്റേ ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ അവിടെ? അവിടെ എന്റെ ബാച്ചിൽ ഒരു 15 പിള്ളേരുണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ ഭയങ്കര കമ്പനി. ഞാൻ പറയില്ലേ, എല്ലാവരെയും ഭയങ്കരമായിട്ട് സ്നേഹിക്കും. ഭയങ്കര സോഷ്യലാണ് ആള്. കൂടുതൽ പ്ലേ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും നമ്മളൊരു കുഞ്ഞുങ്ങളെ കളിയാക്കുമല്ലോ. ഗേൾഫ്രണ്ട് ഒക്കെ ഉണ്ടോ? ഒരാളുണ്ട് അവിടെ, ഭയങ്കര ഇഷ്ടമാണ്. ആണോ? പാച്ചു പാച്ചു മമ്മി പറഞ്ഞു ഗേൾഫ്രണ്ട് ഉണ്ടെന്ന്. പേരെന്താ ഗേൾഫ്രണ്ടിന്റെ? ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? എന്താ പേര്? ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? ഇന്നായിട്ട് പിടിച്ചോ. ഹായ് മൈക്ക്. മൈക്ക്. ഗേൾഫ്രണ്ടിന്റെ പേരെന്താ പാച്ചുവിന്റെ? ഗേൾഫ്രണ്ടിന്റെ പേരെന്താ പാച്ചു? മൂഡിലല്ല. മൂഡിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയല്ല. അല്ലല്ലേ? അച്ചോ ഇതേ അത് കണ്ടു കേട്ടോ. പാച്ചു യൂട്യൂബ് എടുത്ത. പാച്ചു യൂട്യൂബ് എന്തിയാ പാച്ചു? ഇങ്ങോട്ട് അങ്ങോട്ട്. എടുത്തു. യൂട്യൂബ് ഒക്കെ എടുത്തു. അച്ചോ പാസ്വേഡ് ഉണ്ട്. മാറ് പാച്ചു ബാ. യൂട്യൂബ് എടുത്തെടുത്തു. സെർച്ച് ഒക്കെ നിൽക്കുന്നു കേട്ടോ. നിന്റെ സെർച്ച് ലിസ്റ്റിലുള്ള അതൊന്നും ഉണ്ടാവില്ല പാച്ചു. ഇതേ സെർച്ച് ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. എന്താ വേണ്ടേ പാച്ചുവിന്? പാച്ചുവിന് എന്തോ വേണ്ടേ? എന്തോ വേണ്ടേ പാച്ചുവിന് യൂട്യൂബിന്ന്? ഇത് സംസാരിക്കുന്നതാ പാച്ചു. സംസാരിച്ചു. ഒരു പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിക്കേ പാച്ചു. ഹലോ ഹലോ പാട്ടൊക്കെ പാടുവോ?
ഖായ് ഖായ് പാടും. ആ അവന് തോന്നണം. ഇപ്പൊ എന്നാ മൂഡിൽ ചേച്ചിക്ക് ഒരു പാട്ട് പാടിത്തരുമോ? ചേച്ചിക്ക് ഒരു പാട്ട് പാടിത്തരുമോ? എന്നാ ചേച്ചി കാർട്ടൂൺ എടുത്തു തരാം. എനിക്ക് ആരുടെ സഹായം വേണ്ട, തന്നെ എടുത്തോളാം. ഒരു പാട്ട് പാടിത്തരുമോ ചേച്ചിക്ക്? ഖായ് ഖായ് പാട് പച്ചു. ഓ മറ്റേ പുതിയ പാട്ടോ? അതാ വേണ്ടു. അവന്റെ അപ്പന്റെ ടേസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. റാപ്പ് സോങ്സ് ഇഷ്ടമുള്ളൂ. ഓ മറ്റേ പാട്ടല്ലേ നമ്മുടെ. അയ്യോ അയ്യോ അയ്യോ, കോളൊക്കെ ചെയ്ത് കേട്ടോ, മറ്റേ ആൾക്കാരൊക്കെ എന്നെ തിരിച്ചു വിളിക്കും. മോളെ ഫോൺ മേടിച്ചു, അവൻ ഫോണിലെല്ലാ പണിയും കാണും. തരാമേ. ബാബാ പശു അമ്മയുടെ മടിയിലേക്ക് വാ. ഫോൺ കൊടുത്തിട്ട് വാ, അമ്മ തരാം. ഫോൺ കൊടുക്ക ചേച്ചി. ഓഫായി പോയി. പോയി. എന്നൊരു പാട്ട് പാടത്തരോ ഇനി ചേച്ചിക്ക്? മറ്റേ മമ്മി പറഞ്ഞല്ലോ കായക്കാന്നുള്ള പാട്ട് പാടുമെന്ന്. ആ പാടുന്ന എന്നാ മമ്മിയുടെ മടിയിൽ പോയിരുന്നു പാടുവോ? അമ്മേന്റെ മടിയിൽ പോയിരുന്നു പാടുവോ? ഖായ് ഖായ് പാടാ പശു. പാച്ചു ഇതിൽ ഖായ് 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 എങ്ങനെ പാടാ? ദേ വെച്ചിട്ട് ഖായ് തല്ലിനോട് ചെയ്തിട്ട് ഖായ് ഖായ്. അപ്പയ്ക്ക് അയച്ചു കൊടുക്കാം നമുക്ക് വീഡിയോ എടുത്തിട്ട്. ശരിക്കും പാട്. ഞങ്ങള് വൈബിലൊക്കെ നിക്കണ സമയത്ത് തല്ലൊക്കെ ഇങ്ങനെ അട്ടിയിട്ടിട്ട് പാടോ. എന്താ പാച്ചു? പഠിച്ചത് ചേച്ചി പറഞ്ഞു തരുമോ? പോടാ. എന്താ പാച്ചു? എന്താ മൂഡിലാണെങ്കിൽ ഞങ്ങളെല്ലാം മണിമണി പോലെ പറയും. അയ്യോ അത് നടക്കരുത് പാച്ചു. ഇന്ന് ലൈറ്റ് സ്റ്റാൻഡ് വലിയ താഴെ പോയി. ആളെ ഇപ്പം ക്യാമറ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ ലൈറ്റ് ക്യാമറമാനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കട്ടെ, എന്തൊക്കെയോ പോയി വിശേഷം. എനിക്കൊന്നും മറ്റേ വലുതാകുമ്പം ഈ ടീമിലേക്ക് ക്യാമറ ഭയങ്കര ഇഷ്ടമാണ്. ക്യാമറ നമ്മൾ ഷൂട്ട് ചെയ്ത് അത് കാണിച്ചു കൊടുക്കണം. അതിന്റെ ഫോട്ടോ എടുക്കുന്നത് ഓക്കെ, ഫോട്ടോ അവര് കാണിച്ചു കൊടുക്കണം. ഓരോ ഫോട്ടോ എടുത്താലും അവര് കാണിച്ചു കൊടുക്കണം. അങ്ങനത്തെ ഒക്കെ ഡിമാൻഡ്സ് ഉണ്ട്. പിന്നല്ലാണ്ട് എന്റെ ഫോട്ടോ എടുക്കുമ്പോൾ അത് കണ്ടില്ലേ? ഫുൾ ഓപ്പറേറ്റിംഗ് ഭയങ്കര പരിപാടീസ് ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടില് എല്ലാം അറിയാം, മറ്റേ സ്വിച്ച് ഒക്കെ വെച്ചിട്ട് ഇവിടെ എനിക്ക് ആദ്യം ചാനലില് ഒരു ടീമാ ചെയ്തിരുന്നത്. അപ്പൊ അവരിങ്ങനെ ക്യാമറ ഒക്കെ കൊണ്ടുവരുമ്പോ തന്നെ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നെക്സ്റ്റ് ഒക്കെ അടിച്ച് അങ്ങനെ നിൽക്കും. ആള് വലിയ പുള്ളിയാണ്. ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ആളിങ്ങനെ അവിടെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ട്. ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ ചേച്ചി? ഫുഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാണ്ടിരുന്ന അത്രയും സന്തോഷം. അങ്ങനെയാണ്. ഫുഡ് കഴിക്കാനേ താല്പര്യമില്ല, അന്ന് കണ്ടാലേ അറിയുന്നില്ലേ. ഫുഡ് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ കഷ്ടപ്പെട്ട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് എന്തെങ്കിലുമൊക്കെ ആ വയറ്റിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ പോവാറുണ്ടോ? കല്ലറയുടെ അവിടെയൊക്കെ മോനെ കൊണ്ടൊക്കെ? എവിടെ? കല്ലറയുടെ കുഞ്ഞിന്റെ മിക്കപ്പോഴും പോകും ഞങ്ങള്. അവിടെ പോകുമ്പോ അവനറിയാം. അവനിപ്പോ ഞങ്ങള് പള്ളിയിലേക്ക് കടക്കുമ്പോഴേ അവൻ ആദ്യം ഓടി കറക്റ്റ് ആ ഒരു സിമിട്രിയുടെ അവിടെ വന്ന് ഹായ് ബേബി സുഖാണോ ബായ് എന്നൊക്കെ വേണ്ട പോവാ. പ്രാർത്ഥിച്ചോളോ എന്നൊക്കെ അവന്റെ ഭാഷയിൽ കുറേ പറയും. ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് പോവാ. ഒരു കൂട്ടുപോലെ എനിക്ക് തോന്നുന്നല്ലേ? അങ്ങനെ അവന് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട. അവന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഞങ്ങൾ സിമിട്രിയിൽ കയറിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടുന്ന് ഓരോ വട്ടം ഇപ്പൊ ഞങ്ങൾക്ക് തൊട്ടടുത്താ പള്ളി. ഇവിടുന്ന് ഓരോ വട്ടം ഇറങ്ങുമ്പോഴും അവിടെ പോയിട്ടാ പോവാ. പിന്നെ അവന്റെ പ്രസൻസ് എപ്പോഴും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ വർത്താനത്തിൽ വരും. അപ്പൊ ഇവിടെ ഓൾറെഡി ആള് ഫിസിക്കലി ഇവിടെ ഇല്ലാന്നുള്ളൂ. അവർക്കിപ്പോ തോമൂനാണെങ്കിലും പാച്ചുനാണെങ്കിലും കെസ്റ്റർ എന്ന് പറഞ്ഞാൽ ബേബി ആണ് എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പൊ രണ്ടുപേരും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കെസ്റ്ററിന്റെ കാര്യം ഇപ്പൊ ഒരു 2-3 ഡോൾസ് വെച്ചിട്ടുണ്ട്, അപ്പൊ അത് കെസ്റ്റർ ആണ് എന്നൊക്കെ പറയും. രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സ്തുതി കൊടുക്കുമ്പോഴാണെങ്കിലും കെസ്റ്ററിന് സ്തുതി കൊടുക്കാൻ പറയുമ്പോ അത് ചെയ്യും. അവർക്കറിയാം.